ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് മയപ്പെടുത്തുമെന്ന സൂചന നൽകി CPIM. മാറാത്തതായി ഒന്നുമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിശ്വാസികളുടെ കാര്യം സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടുവെന്നും സർക്കാർ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എന്നുമായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. യുവതീ പ്രവേശനത്തിൽ കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ശബരിമല യുവതീ പ്രവേശന കേസിനെ സർക്കാരിനെതിരായ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ 2018 വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 6 വർഷത്തിന് ശേഷം കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഒരിക്കൽ കൂടി ശബരിമല രാഷ്ട്രീയ വിവാദത്തിലേക്ക് നടന്നു കയറുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആചാരങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. നിർണായക നിലപാട് മാറ്റത്തിന്റെ സൂചന നൽകി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തി. വിശ്വാസികളുടെ താൽപര്യവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. വിശ്വാസികൾക്ക് ഒരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. അല്ല, കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ പഴയ വീറോട് പോരാടുമെന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന നിലപാടാണ് NSS സ്വീകരിച്ചത്. യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്നാവശ്യപ്പെട്ട സുകുമാരൻ നായർ പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. അത് ഞങ്ങൾ വളരെ സജീവമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന വിമർശനം നടത്തിയതിനൊപ്പം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സുകുമാരൻ നായർ തയ്യാറായിട്ടില്ല എന്നതും കൂട്ടി വായിക്കണം. അതേസമയം സർക്കാർ നിലപാട് മാറ്റിയോ എന്നത് തുറന്നു പറയണമെന്ന ആവശ്യമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല, ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? ഒന്ന് അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് നാളെ ഹർജികൾ പരിഗണിക്കുക. സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും മതാചാരങ്ങളുടെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വരിക. ഹർജികൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും വാദം എന്നു മുതൽ തുടങ്ങുമെന്നതിലും നാളെ തീരുമാനമുണ്ടായേക്കും. 2017 ഒക്ടോബർ 13-നാണ് ശബരിമല യുവതീ പ്രവേശന കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നത്. 2018 ജൂലൈ 17-ന് 5-അംഗ ബെഞ്ചിന് മുൻപാകെ ആരംഭിച്ച വാദത്തിൽ 2018 സെപ്റ്റംബർ 28-ന് നിർണായക വിധി പുറത്തുവന്നു. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുള്ള വിധിയിൽ ബെഞ്ചിലെ അംഗമായ ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് യുവതീ പ്രവേശനത്തിനെതിരെ ശബരിമല പ്രക്ഷോഭം ആളിക്കത്തുകയും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ പഴയ നിലപാട് തുടരുമോ എന്നതാണ് നിർണായകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.